സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ ജൂലൈ 19 വരെ ഓൺലൈനായിട്ട് cap.mgu.ac.in/ugcap2024/ എന്നുള്ള ഈ ഒരു URL വഴി വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇതുവരെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ അഡ്മിഷൻ നേടാതിരിക്കുകയും ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ നേടാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ എയ്ഡഡ് സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഏകജാലം വഴിയുള്ള ഡിഗ്രി പ്രവേശനത്തിൻ്റെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ ഇതുവരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാത്തവർക്കും അതുപോലെ പ്രവേശനം ലഭിക്കാത്തവർക്കും അതുപോലെ പ്രവേശനം ലഭിച്ചതിന് ശേഷം റിജക്റ്റ് ആയിപ്പോയവർക്കും നിശ്ചിത സമയത്തിനകം പ്രവേശനമെടുക്കാൻ സാധിക്കാത്തവർക്കുമായി അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യം 19 വൈകുന്നേരം 4 മണി വരെ ലഭ്യമായിരിക്കുന്നതാണ്. അപേക്ഷകൻ ഓൺലൈനായിട്ട് അപേക്ഷയിൽ വരുത്തിയ തെറ്റ് കാരണം അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടാത്തവർക്കും അലോട്ട്മെൻറ്റിലൂടെ ലഭിച്ച പ്രവേശനം റദ്ദാക്കിയവർക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിനായി പ്രത്യേക ഫീസ് അടക്കാതെ തന്നെ നിങ്ങളുടെ നിലവിലുള്ള ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ഉപയോഗിച്ച് cap.mgu.ac.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം ഓപ്ഷനുകൾ പുതുതായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നവർ പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട എന്നീ വിഭാഗങ്ങൾക്കായിട്ടുള്ള പ്രത്യേക ലിങ്കിലൂടെ മാത്രം നിലവിൽ അപേക്ഷിച്ചിട്ടുള്ളവർ തങ്ങളുടെ നിലവിലുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് cap.mgu.ac.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷകനു താൻ നേരത്തെ നൽകിയ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ തിരുത്താവുന്നതും പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതുമാണ്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ അപേക്ഷകരും പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. ഓപ്ഷനുകൾ നൽകിയ ശേഷം അപേക്ഷ സേവ് ചെയ്ത് ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയുടെയോ ഓപ്ഷനുകളുടെയോ പ്രിൻ്റ് ഔട്ട് സർവ്വകലാശാലയിലേക്ക് സമർപ്പിക്കേണ്ടതില്ല. വിവിധ കോളേജുകളിലെ ബിരുദ പ്രോഗ്രാമുകളിലെ ഒഴിവുകളുടെ വിശദാംശങ്ങൾ സർവ്വകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷനായി cap.mgu.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്ഥിരപ്രവേശനം എടുത്തവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കും. അതായത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ഥിരപ്രവേശനം എടുത്തവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കുകയും അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്താൽ പുതുതായി ലഭിക്കുന്ന അലോട്ട്മെൻറ്റിലേക്ക് നിർബന്ധമായിട്ടും പ്രവേശനം എടുക്കേണ്ടി വരുന്നതാണ്. ഇത്തരക്കാരുടെ മുൻ പ്രവേശനം റദ്ദ് ചെയ്യപ്പെടുകയും ചെയ്യും. അതിനാൽ സ്ഥിരപ്രവേശനം എടുത്തവർ ശ്രദ്ധിച്ച് മാത്രം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഓപ്ഷനുകൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു തവണ ക്യാപ്പിലൂടെ അപേക്ഷാ ഫീസ് അടച്ചവർക്ക് വീണ്ടും ഫീസ് അടക്കാതെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്ത സീറ്റുകളിലേക്കുള്ള കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റുകളിലേക്കും 19 വൈകുന്നേരം 4 മണി വരെ അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ നാളെ മുതൽ ഈ ഒരു ജൂലൈ 19 വരെ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.